ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുല്ലപ്പൂക്കളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാ ഇതെല്ലാം അടുക്കുമില്ല, താഴെ വീട് പോയി. എൻ്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹങ്ങളായിരുന്നു. ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ, മുല്ലപ്പൂ പൂക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് പൂക്കണ സമയത്ത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് പനിനീർ റോസുകളുടെയും മുല്ലയുടെയും ഒരു മണം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ അടുക്ക് മുല്ലയാണ്. അല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ അടുക്കല്ലാത്ത ഒരു മുല്ലയുണ്ട്, സാധാരണ മുല്ലപ്പൂ. അപ്പോൾ അതിനും നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഉരം വച്ച് കൊടുക്കുന്ന അനുസരിച്ച് വെറും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. ചാണകപ്പൊടിയും പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിയുടെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉള്ളിയുടെ ഇത് സ്ഥിരമായിട്ട് ചെയ്യും. വീട്ടിലെ വേസ്റ്റല്ല, ഉള്ളിയുടെ തൊലി ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് 2-3 ദിവസം കഴിഞ്ഞ്, ചിലപ്പോൾ അതിനൊന്നും ടൈം കിട്ടത്തില്ല എനിക്ക്, ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇട്ട് കൊടുക്കുക. പക്ഷെ എന്നാലും അവർക്ക് അത് മതിയാവും, ധാരാളം പൂക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു, 1 മാസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു വീഡിയോ ഇടണമെന്നും. അതായത് ഈ ഭാഗത്തേക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ ചെടിക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴും ഭഗവാന് പൂ വയ്ക്കാനായിട്ട് പൂ പറിക്കാൻ വരുമ്പോഴും എല്ലാം ഒരു നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഇരുവാച്ചി മുല്ല എന്ന് പറയുന്നു. ഈ മുല്ല ഇങ്ങനെ എന്താണ്, ഇതിനെന്താ പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പൂ പറിക്കാൻ ഇഷ്ടമില്ല കേട്ടോ, അതിൻ്റെ ഭംഗിയുണ്ട്, പറിക്കാൻ തോന്നത്തില്ല. പിന്നെ ഇവിടെ താഴെയിലെല്ലാം പൊഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇതങ്ങനെ പറിക്കാനായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷെ പൊഴിഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിക്കും അതെടുത്ത് ഭഗവാൻ വയ്ക്കാമല്ലോ, നല്ല കാര്യമല്ലേ, അങ്ങനെ വിചാരിക്കും. അപ്പോൾ അതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് വെയിലായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കാണാത്തത്. അല്ലാതെ നിറയെ നിൽപ്പുണ്ട് കേട്ടോ, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ബഞ്ചായിട്ടാണ് അത് പൂക്കുന്നത് കേട്ടോ. നല്ല ബഞ്ച് രണ്ടും കൂടെ മിക്സ്ഡായിപ്പോയി കേട്ടോ. ഇതാ കണ്ടോ, രണ്ടും കൂടെ മിക്സ്ഡായിപ്പോയി. ഇതിൻ്റെ മൊട്ട് വരുന്നത്, ഈ ഇരുവാച്ചി മുല്ല എന്ന് പറഞ്ഞതിൻ്റെ മൊട്ട് വരുന്നത് ഇങ്ങനെയാണ്, നല്ല നീളത്തിലാണ് കേട്ടോ ഇരുവാച്ചി മുല്ലയുടെ. പിന്നെ അത് പൂക്കുന്നത് ഇങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പൂക്കുന്നത്. കണ്ടോ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പൂക്കുന്നത്. മൊട്ട് ഇതിൽ നിന്ന് ഡിഫറെൻ്റാണ്. മറ്റേ സാധാ മുല്ലയുടെ മൊട്ടെന്ന് പറയുന്നത് ഞാൻ കാണിക്കാം, ഇഷ്ടംപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കണ്ടോ. ഇതിൻ്റെ മൊട്ടെന്ന് പറയണത് വ്യത്യാസമാണ്. അത് കുറച്ച് ഇങ്ങനെ നിൽക്കും, നല്ല ബഞ്ചായിട്ടാണ് പൂക്കുന്നത്. ഇതിനിടയ്ക്ക് ഇത് ഇരുവാച്ചി മുല്ല, ഇത് മറ്റേ സാധാ മുല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കുള്ള മുല്ല. അതാണ് ആകെ ഇവിടെ വരുമ്പോൾ ഒരു മണമാണ്, നല്ല മണമാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഞാൻ. പിന്നെ ഇവരുമുണ്ട്, കണ്ടില്ലേ എൻ്റെ ഞാൻ ഇതിനു മുമ്പേ ആദ്യത്തെ എൻ്റെ വീഡിയോയെ ഇത് തന്നെയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള റോസാണ് പനിനീർ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒത്തിരി ഉണ്ടായി, പക്ഷേങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നിറച്ച് ഓരോക്കെ വെച്ച് കൊടുക്കണം. പക്ഷെ അതൊന്നും എനിക്കിങ്ങനെ സാധ്യമാവാറില്ല. എന്താ കണ്ടില്ലേ, അവർക്ക് എത്ര ആഹാരം കൊടുക്കുന്നോ അതിനനുസരിച്ച് അവർ ഭംഗിയായിട്ട് പൂത്തു വരും എന്നുള്ളതാണ്. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. ഞാനപ്പോൾ ഈ മുല്ലകളുടെ കഥ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്ന്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുക. റോസൊക്കെ പറിച്ച് ഭഗവാന് വയ്ക്കും.
മുല്ലയും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് കുറച്ച് പിച്ചി, മുല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീടും പരിസരവും എല്ലാം ഒരു ഭഗവത് സാന്നിധ്യം ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതെൻ്റെ വീട്ടിലെ താമരയാണ്. ഇവർ വല്ലപ്പോഴും ഒരിക്കൽ വെള്ള, റോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വല്ലപ്പോഴും ഒക്കെ ഒരിക്കലും മുട്ടിട്ട് പൂക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ഇനി ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ് അവർ എണീറ്റ് വരും, ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും. ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ്. മുകളിൽ കുറച്ച് ഉഷാറൊക്കെ ആയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ചെടികളെല്ലാം മുകളിലേക്ക് കൊണ്ടുവച്ചു. ഇവിടെ ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു വൈറ്റ് കളർ മുഞ്ഞ പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ട് സൂര്യപ്രകാശം കൊള്ളാനായിട്ട് മുകളിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു 4-5 എണ്ണം മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ടെറസിലുള്ള പരിപാടിയാണ് ഇത്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് സമയം കിട്ടാറില്ല. ഇതിലേക്ക് വേണ്ടി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു പരിപാടി വേറെ നടക്കത്തില്ല. ഇതെല്ലാം എനിക്ക് ഒരുപാട് താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പിന്നെ വേറെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മറക്കും എന്നുള്ളത്. ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഒരുപാട് ടൈപ്പ് അഗ്ലോണിമ എല്ലാം ഉണ്ട്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം അതിൻ്റെ രീതിക്കനുസരിച്ച് ഒന്ന് റിപ്പോർട്ട് ചെയ്യുകയും ഒന്ന് കട്ട് ചെയ്യുകയും അതിനെ ഒന്ന് നീറ്റാക്കുകയും ഒക്കെ ചെയ്ത് വരുമ്പോൾ കിച്ചണിൽ കയറാനൊന്നും എനിക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇതിലോട്ട് കൂടുതലായിട്ട് മൈൻഡ് കൊടുക്കാതെ ഞാനിങ്ങനെ ദൂരെ കൂടെ ഉള്ള ഒരു കളിയാണ്. പിന്നെ എൻ്റെ മ്യൂസിക് പ്രോഗ്രാംസ് ചെയ്യണം, എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ആ താമരയുടെ മുട്ട വിരിഞ്ഞതാട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇത് മുല്ലയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ. മുല്ല മാത്രമല്ല, എൻ്റെ വീട്ടിൽ പനിനീർ റോസുകളും പല വെറൈറ്റി എല്ലാം ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ നോക്കുന്ന അനുസരിച്ചാണ് അവരെല്ലാം പൂ തരുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ മുല്ലയുടെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ല എല്ലാം പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറയെ പൂത്തിട്ടുണ്ടായിരുന്നത്. പൂക്കുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിലിങ്ങനെ കുട്ടി ഇങ്ങനെ എന്താ പറയുക, ചുമന്ന നക്ഷത്രം പോലെയൊക്കെ പൂക്കുന്നവരാണ്. ഇല തന്നെ പൂവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ചെടിയായത്, ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചെടിയാണത്. ഇത് അഡീനിയമാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീനിയത്തിൻ്റെ കാര്യം. അതും 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ മുല്ലയുടെ കഥകളാണ്. മുല്ലക്കഥ പറയാതിരിക്കാൻ വയ്യ എനിക്ക്. ഇത് ഞാൻ എവിടെ നിന്നും വാങ്ങിച്ച് നട്ടതല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞമ്മ ആദ്യം ഇവിടെ താമസത്തിന് വന്ന ഇടയ്ക്ക് ഞാൻ കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് ഒരു മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് ഞാൻ മുല്ല കൊണ്ടുവന്നത്. അത് മാമൻ്റെ വീട്ടിൽ നിന്നും കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നും സാധാരണ മുല്ലയാണ് കൊണ്ടുവന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞപ്പോൾ അതിൽ 2 ടൈപ്പ്, ഒരേ മുല്ലയിൽ 2 ടൈപ്പ് പൂ പൂക്കാൻ തുടങ്ങി. ഒന്ന് അടുക്കും, ഒന്ന് സാധാ 1 ലെയറും. ആ 1 ലെയർ ഇപ്പം ഇതിൽ പൂക്കുന്നില്ല. 1 ലെയർ അപ്പുറത്തെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ വള്ളി അവർ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മൂമ്മ ജോലിക്ക് നിന്നപ്പോൾ ആ അമ്മൂമ്മയുടെ നിന്ന് ഒരു വള്ളി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വള്ളി നട്ട് പൊടിച്ചതാണ് എൻ്റെ വീട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ലെയറുള്ള മുല്ല എന്ന് പറയുന്നത്. ഇത് ഇരുവാച്ചി മുല്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലൊരു ഫ്രണ്ട് വന്നപ്പോൾ പറഞ്ഞാണ് റേ പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരു 4 ലെയർ വരും ഈ ഇരുവാച്ചി മുല്ലയ്ക്ക് കേട്ടോ. അതിനെങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ശരിക്കും എനിക്കിതൊരു അതിശയം തന്നെയായിരുന്നു ആ പൂവ്, ഈ മുല്ല പൂവ്. ആ പൂവിൽ 4 കുട്ടി 1 ലെയർ ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിനെല്ലാം ഞാൻ നടുന്ന
അല്ല ഇതിനിടുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ചും നടുന്ന രീതിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു വളമൊന്നും ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തുമില്ല, ഞാൻ ചെയ്യത്തുമില്ല. ഇത് ഒരു മുള്ളുള്ള ചെടിയാണ് കേട്ടോ. ഇത് ഒരു ഈർക്കിമുല്ല എന്നൊക്കെ പറയും കേട്ടോ. ഈർക്കിമുല്ല എന്ന് പറഞ്ഞാൽ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. ആ ഇരുവാച്ചമുല്ലയുടെ ഒരു ലെയർ മാത്രമുള്ള ഒരു ചെടിയാണ് കേട്ടോ. പക്ഷെ അതും നിറച്ചും പൂക്കുമായിരുന്നു കേട്ടോ. താഴെ മുഴുക്കായിട്ട് പൊഴിഞ്ഞ് കിടക്കും രാവിലെ. അതിന് ഞാൻ ഓരോന്നും വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ചിലരോടെല്ലാം ഞാനിങ്ങനെ ചിലപ്പോൾ ഇത് കാണിക്കാറുണ്ട്, ദേഷ്യം കാണിക്കാറുണ്ട്. അത് തന്നെ എവിടെ തൊട്ടാലും എൻ്റെ ദേഹത്ത് മുറിയാറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇതാ കാര്യം. അപ്പോൾ അതാണ് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും ഞാനിത് കാണുന്നത് കേട്ടോ. ഈ മുല്ല പൂത്ത് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ വിചാരിക്കും ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ചേർത്ത് വെച്ച് ഇപ്പോൾ 3-4 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇരുവാച്ചിമുല്ലയുടെ മൊട്ട് കണ്ടോ, നിങ്ങളെ നീളത്തിലുണ്ടാവും കേട്ടോ. നീളവും കുറച്ച് വണ്ണവും ഉണ്ടാവും. നമ്മൾ സാധാ അടുക്ക് മുല്ലയുടെയും സാധാ മുല്ലയുടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടിരിക്കും. അപ്പോൾ അതാണ്, ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കും. ഇത് മഴ വരുമ്പോൾ എല്ലാം പൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ കാണുകയില്ല. അതാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ നടുകയാണെങ്കിലും വാങ്ങി നടുകയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഇരുവാച്ചിമുല്ലയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂത്ത കൊണ്ടകൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വേറെ ഒരു എന്താണ് ചട്ടിയിൽ നമ്മളിങ്ങനെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിക്കും കേട്ടോ. നമ്മൾ ആട്ടമില്ലാതെ ഒരു സ്ഥലത്ത് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നട്ടു കൊടുത്താൽ പൂക്കുന്നതായിരിക്കും. ഇത് എൻ്റെ വീട്ടിലെ ഒരു മഞ്ഞ ജമന്തിയാണ്. ഇതൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ. അപ്പോൾ അത് ഇങ്ങനെ പൂത്തിട്ടുണ്ട്. അത് ഞാൻ കയറിയേയില്ല, അതിങ്ങനെ ചുമ്മാ പൂത്തിങ്ങനെ തറയിൽ കിടക്കുമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മുള്ളുള്ള ഒരു മുല്ലയാണ്, അതിൻ്റെ മൊട്ടാണ് കേട്ടോ ഇത്. എനിക്ക് അത് വെട്ടിക്കളയാൻ തോന്നുന്നില്ല, അതാ കാര്യം. ഇഷ്ടമില്ല ഇപ്പോൾ അത് ദേഹത്ത് തൊടുന്ന. അവിടെ പോയിട്ട് കുനിഞ്ഞു നൂരുകയാണെങ്കിൽ പുറത്ത് കൊണ്ട് ഇങ്ങനെ മുറിയും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ മുറ്റത്തൊരു മുല്ല നടൂ. വേറെ ഒന്നും ചെയ്യണ്ട, അതിന് കുറച്ച് ചാണകപ്പൊടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം, ഞാനിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിത്തൊലി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് 3-ാമത്തെ ദിവസം എടുത്ത് ഒഴിച്ചു കൊടുക്കണം. പക്ഷെ ഞാൻ 3-ാമത്തെ ദിവസമൊന്നും ഒഴിക്കാറില്ല. ഞാൻ ചിലപ്പോൾ 1 മാസം വരെ ഇരിക്കും, ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ ഇരുന്നിരിക്കും. അങ്ങനെ ടൈം കിട്ടുമ്പോഴേ ചെയ്യാറുള്ളൂ. ഇങ്ങനെ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊണ്ട ഇങ്ങനെ പൊട്ടിച്ച് കളയണം. അപ്പോഴാണ് വീണ്ടും തളിർപ്പ് വരുന്നത്. ഇത് ഒരു ഗാർലിക് സ്മെല്ലുള്ള ചെടിയാണ് കേട്ടോ. ഇതിന് നിറച്ചും മൊട്ട് ചില സീസണിൽ വരും, നിറച്ചും പൂക്കുകയും ചെയ്യും. ഞാൻ ഇതിന് മുമ്പേയും വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോൾ ഇടയ്ക്ക് പൂത്തപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നിരിക്കും. ഇത് അത്ര ഭംഗിയാണ് കേട്ടോ. ഇതിന് വരുമ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ഒരു ഷെയ്ഡ് വരും കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം 2 ദിവസം ആയതാണ് കേട്ടോ. കണ്ടോ, വൈറ്റ് കളർ പോലെ ഇങ്ങനെ ആയി അങ്ങ് പോവും. അതായത് നിറച്ചും പൂക്കും ഇങ്ങനെ. എന്താണ് ബുഷി ആയിട്ട് മുട്ട് വന്ന് ഇങ്ങനെ പൂക്കുന്നതാണിത്. അതും ആ മുല്ലയുടെ ഇടയിൽ തന്നെ നിൽക്കുന്നത്. റോഡ് വൈഡനിങ് എല്ലാം വരുമ്പം മൊത്തം ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും. ഇതൊരു ഓറഞ്ച് കളറാണ്. എൻ്റെ ഫോണിലെടുക്കുമ്പോൾ അത് റെഡായിട്ട് വരും. മോൻ്റെ ഫോണിലെടുത്തപ്പോഴേ അത് നല്ലൊരു ഓറഞ്ച് കളറാണ്. കറക്റ്റ് കളറായിട്ട് വന്നു. ഇത് ഒരു റെഡ് കളർ ചെമ്പരത്തി അല്ല, അത് യെല്ലോ കളർ ചെമ്പരത്തിയിൽ. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഞാൻ മുമ്പേ എടുത്ത് വെച്ചിരുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓറഞ്ച് കളർ ചെമ്പരത്തി. പിന്നെ ഒറ്റ ലെയറുള്ള ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് ക്രീം കളർ ചെമ്പരത്തിയിൽ, ഒരേ ചെമ്പരത്തിയിൽ 2 കളർ പൂ പൂക്കുന്നതാണ്. അത് ക്രീം കളർ ചെമ്പരത്തി ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ.
പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരേ കൊമ്പിൽ തന്നെ, അതിൻ്റെ ഒരേ ശാഖയിൽ തന്നെ ഒരു ചുമപ്പ് പൂക്കും, ഒരു ക്രീമും പൂക്കും. അങ്ങനെയായി മാറി. അതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിച്ച് പലവട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും ഫോണിൽ കാണാനില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് റോസുകളും മുല്ലപ്പൂക്കളാണ് ഏറെ പറയാനുള്ളത്. അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് 1 ലെയർ മുല്ലയാണ് കേട്ടോ. ഇത് 1 ലെയറാണ്. ഇത് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഞാൻ ഇതിനു മുമ്പേ കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലയൊക്കെ ഉള്ളത്. ആ കറിവേപ്പിലയോട് ചേർന്ന് നിൽക്കുന്ന മുല്ലയാണ്. ഇതാണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ചില്ല തന്ന് ഞാൻ നട്ട് വളർത്തിയതാണ്. ഇതിലുണ്ടാകുന്ന പൂവെല്ലാം 1 ലെയർ മുല്ലയാണ്. ഡെയിലി എനിക്കിങ്ങനെ പറിക്കാൻ കിട്ടും, ഒരു കൈ മുല്ലപ്പൂ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ വീട്ടുമുറ്റത്തും ഒരു സുഗന്ധം പരത്തുന്ന പിച്ചിയും മുല്ലയും എല്ലാം നട്ടു വളർത്തു. ഒപ്പം ഭഗവാന്റെ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.